നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ, കൂട്ടുകാരെ കാണുമ്പോൾ, ഉസ്താദുമാരെ കാണുമ്പോൾ ഓടി അടുത്ത് ചെന്നിട്ട് ഉസ്താദെ എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ, എന്റെ അവസ്ഥ ഇതാണ്, ഞാൻ വലിയ പ്രയാസത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാ? ആ ഉസ്താദുമാരുടെ, ആലിമീങ്ങളുടെ, ഇൽമിന്റെ അഹ്ലുകാരുടെ ദ്വാഇന് വലിയ ബറക്കത്തുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സയ്യിദന്മാരെ കാണുമ്പോ, അഹ്ലുബൈത്തിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കൈപിടിച്ച് മുത്തിയിട്ട് തങ്ങളെ എന്റെ കാര്യം ഒന്ന് പറയണം കേട്ടോ, എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ആളുകളെ കാണാം. അതെന്തുകൊണ്ടാ? അത് തങ്ങന്മാരുടെ പ്രാർത്ഥന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് സ്വീകരിക്കും. അവരങ്ങനെ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരും പരിശുദ്ധമായ രക്തത്തിന് ഉടമകളുമാണല്ലോ. പുനാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയാണല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്ഥാനം കൊടുത്ത് പടച്ചിട്ടുള്ള ഒരു വിഭാഗം മലക്കുകളുണ്ടല്ലോ. മലക്കുകൾ, ആ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് എന്താണോ കൽപ്പിച്ചത് അതിന്റെ ഒരു അണുകുമണി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് നമ്മൾ തെറ്റുകളുടെ കൂമ്പാരവും പേറിയിട്ട് ജീവിക്കുന്നവരാണ്. തെറ്റുകളുടെ സീമകൾ ലംഘിച്ചവരാണ് നമ്മൾ. എല്ലാ നിയന്ത്രണങ്ങളും വിട്ടിട്ട് കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ മലക്കുകൾ, ആ മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണോ? ആ മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് നേടിത്തരുന്ന 8 സന്ദർഭങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ ദുനിയാവിൽ നമ്മുടെ പല പ്രയാസങ്ങളും നമ്മൾ പരിഹരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് പ്രാർത്ഥനയിലൂടെയാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ എന്നും അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി എന്നും ഒരുപാട് അങ്ങനെ ഉള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു സങ്കടം ഉണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് പരിഹരിക്കുന്നത് അത് പ്രാർത്ഥനയിലൂടെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമ്മൾ കൈകൾ നീട്ടി അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കും അല്ലെ? പക്ഷെ പലപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പോ ഉത്തരം കിട്ടാറുണ്ടോ? എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ദ്വാരക്കുമ്പോ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉത്തരം കിട്ടാറില്ല ഇല്ലേ? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു തആല നമുക്ക് തരും. പക്ഷെ ചിലത് ചിലപ്പോൾ കുറച്ച് വൈകും, ചിലത് കിട്ടിയില്ലെന്നും വരും. അത് യഥാർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുആഇന്റെ ഇജാബത്ത് വെച്ചിരിക്കുന്ന രീതികളിൽ ചില രീതികളാണത്. അതൊക്കെ പിന്നൊരു വിഷയം, അത് വേറൊരു സമയത്ത് നമുക്കത് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഉത്തരം കിട്ടാറില്ലെങ്കിൽ നമ്മൾ പലരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ വലിയ ഉസ്താദുമാരെ കാണുമ്പോൾ, സാദാത്യങ്ങള്, അള്ളാഹുവിന്റെ അഹ്ലു ബൈത്ത്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരെ കാണുമ്പോൾ, അവിടുത്തെ സന്താന പരമ്പരയിലുള്ള സയ്യിദന്മാരെ കാണുമ്പോൾ അവരെ കൈപിടിച്ച് നമ്മൾ ദ്വാരപ്പിക്കാറുണ്ട്. ആലിമീങ്ങളെ കാണുമ്പോൾ നമ്മൾ ദ്വാരപ്പിക്കാറുണ്ട് ഇല്ലേ? അൽഹംദുലില്ലാഹ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം അവർ അള്ളാഹുലേക്ക് കൂടുതൽ എടുത്തത് കൊണ്ടും അവര് നന്മയുമായി സദാസമയം വ്യാപൃതരാകുന്നത് കൊണ്ടും അവർക്ക് ഇജാബത്ത് ജദീറാകും. കുറച്ച് കൂടുതലായി അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു അത്തരത്തിൽ അവരെയും നമ്മയും അള്ളാഹു കബൂലാക്കട്ടെ. എങ്കിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണം. അത് മറ്റാരുമല്ല, അള്ളാഹു തആല പടച്ച സൃഷ്ടികളിൽ പരിശുദ്ധരായിട്ട് പടച്ചിട്ടുള്ള, നന്മയുടെ മാത്രം അഹ്ലുകാരുള്ള അള്ളാഹുവിന്റെ മലായിക്കത്തീങ്ങൾ, മലക്കുകൾ. ആ മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണം. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു അത്രേ. ആ മലക്കുകളുടെ ദുആ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. കാരണം അവർ മഅ്സൂമീങ്ങളാണല്ലോ. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു കൽപ്പിച്ച ഒന്നിനോടും അവർ ഇതുവരെ എതിർ പ്രവർത്തിച്ചിട്ടില്ല. എന്താണോ അവരോട് കൽപ്പിച്ചു കൊടുത്തത് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആ വിഭാഗം അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്ന 8 സന്ദർഭങ്ങളുണ്ട്, 8 കർമ്മങ്ങളുണ്ട്. ഈ 8 അമലുകൾ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്താൽ ഈ 8 കാര്യങ്ങളിലൂടെ മലായിക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിച്ചു. ആ 8 കാര്യങ്ങളിൽ ചിലത് നമുക്കിപ്പോ ചർച്ച ചെയ്യാം, ബാക്കിയുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം, നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തമാനിയത്തു അഹ്വാൽ, 8 സന്ദർഭങ്ങൾ. തദ്ഉ ലക ഫീഹൽ മലായികത്ത്, ആ 8 സന്ദർഭങ്ങളിൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന 8 സന്ദർഭങ്ങൾ പഠിക്കണ്ടേ? അത് നമ്മൾ അറിയണ്ടേ?
അങ്ങനെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലണ്ടേ? നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ സന്ദർഭം എന്തെന്നാണെന്ന് അറിയുമോ? പുരുഷന്മാരെ സംബന്ധിച്ച് അവർ പള്ളികളിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കണമല്ലോ. ആ ജമാഅത്തായിട്ട് പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടിയിട്ട് സഫായി അണിനിരക്കുമ്പോ ഇബാദത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്, നമസ്കാരത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഇത്മാമു സുഫൂഫ്, സഫുകൾ പൂർത്തീകരിക്കുന്നതിനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുള്ളപ്പോ നമ്മൾ മനസ്സിലാക്കണം, സഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബറക്കത്തുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അഹബ്ബു സുഫൂഫി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഫുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ മുൻനിരയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്തെന്നറിയോ, ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സഫിലേക്ക് കയറി നിൽക്കുന്ന വിഷയത്തിൽ പലപ്പോഴും അമാന്തിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. വേണോ വേണ്ടയോ, നിൽക്കണോ വേണ്ടയോ, ഒരു തറദ്ദുദാണ്, ഒരു ചിന്തയാണ്. അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ, ഇങ്ങനെയൊക്കെയുള്ള തഫക്കുറിലും തദബ്ബുറിലുമായിട്ട് കഴിയാണ് ചില ആളുകൾ. എന്തിനാണ് അങ്ങനെ അമാന്തിക്കുന്നത്? സാബിഖൂ, നിങ്ങൾ മുന്നിട്ട് പോവുക, ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുന്നിടുക, ധൃതിയാവുക, ബാബിറൂ, നിങ്ങൾ ധൃതിയാകുക, ഒരിക്കലും പിന്നോട്ട് മാറേണ്ട കാര്യമില്ല. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തിലേക്ക് നമ്മൾ ഉളരിയാകണം, ധൃതിയാകണം. നമ്മൾ അങ്ങനെ ധൃതിയാകിട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കാൻ ശ്രമിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഉമ്മത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പള്ളിയിൽ ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ബാങ്ക് വിളിയുടെ പ്രതിഫലം, ഒരു മുഅദ്ദിൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ, അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അവർ ഓരോരുത്തരും അതിലേക്ക് തിക്കിത്തിരക്കുമായിരുന്നു. ഞാനത് ചെയ്യാം, ഞാൻ ഒന്നിൽ നിൽക്കണം, എനിക്കത് ചെയ്യണം എന്ന് കരുതിയിട്ട് അവരിങ്ങനെ തിക്കിത്തിരക്കുകയും അത് കാരണം ഞറുക്കിടേണ്ടി വരുമോ എന്ന ഒരവസ്ഥ വരെ എത്തിപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ജനങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ വേണോ വേണ്ടെന്ന് പറഞ്ഞ് പിന്നോട്ട് മാറുന്നത്. പാടില്ല. ഏറ്റവും സഫുകളിൽ ഏറ്റവും മഹത്തരമായ സഫ് ഒന്നാമത്തെ സഫാണ്. ചില ആളുകൾ അങ്ങനെയാണ്. മറ്റുള്ള കലാമേളകളിൽ പോയാൽ, സിനിമാശാലകളിലേക്ക് കടന്നുപോയാൽ, ഏതെങ്കിലും ഒരു ഭൗതികമായ പ്രോഗ്രാം നടക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കടന്നു ചെന്നാൽ, ക്രിക്കറ്റിന്റെയോ ഫുട്ബോളിന്റെയോ ആസ്വാദകരാകാനായിട്ട് കടന്നു ചെന്നാൽ, സ്റ്റേഡിയങ്ങളിലേക്ക് ചെന്നാൽ അവിടെ മുൻനിരയിലിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. അവിടെ ഏറ്റവും അടുത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ ഇഷ്ടപ്പെടും. അവരെ അടുത്തു നിന്നൊന്ന് കാണാൻ, വരുന്ന സെലിബ്രിറ്റികളെ അടുത്തു നിന്നൊന്ന് ദർശിക്കാൻ ഇഷ്ടപ്പെടും. അതേസമയം പള്ളിയിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ഏറ്റവും പുറകു മതി എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം, ജുമാ ദിവസം പള്ളിയിലേക്ക് കടന്നു വന്നാൽ ഫ്രണ്ടിലേക്ക് ഒരുപാട് വിശാലമായ പള്ളിയിൽ വളരെയേറെ സൗകര്യവും സ്ഥലവുമുണ്ടെങ്കിലും ഏറ്റവും പുറകിലത്തെ സഫ് മതി എന്ന് വാശി പിടിക്കുന്ന ചില ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മാലാഖമാരുടെ, മലായിക്കത്തിന്റെ പ്രാർത്ഥന ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യമായി എണ്ണുന്നത് ഒന്നാമത്തെ സഫിൽ നമസ്കാരത്തിൽ നിൽക്കുന്നവർക്കാണ്. ഇന്നല്ലാഹ വ മലായികതഹു, ഹദീസുകളിൽ കാണാം, അള്ളാഹും അവന്റെ മാലാഖമാരും യുസല്ലൂന അല സഫിൽ അവ്വലി, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക്, ഒന്നാമത്തെ സഫിന്റെ അഹ്ലുകാർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവും അവന്റെ മാലാഖമാരും സ്വലാത്ത് ചൊല്ലും. മാലാഖമാരുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലക്കുകൾ അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിന് ദുആ ചെയ്യലാണ്, നിനക്ക് വേണ്ടിയിട്ട് ദുആരക്കലാണ് എന്ന് ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചതായിട്ട് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന 8 കാര്യങ്ങളിൽ ഒന്നാമത്തത് നീ ഒന്നാമത്തെ സഫിൽ നിൽക്കലാണ് എന്ന് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. അതിന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.